ഇതിപ്പം രണ്ട് ക്യാരേജിൽ രണ്ട് സ്ഥലത്തും ക്യാരേജ് വെച്ചിട്ട് അതിലേക്ക് ഒരു ചെറിയ 1 മീറ്ററിൻ്റെ പീസ് ഇറക്കിയിരിക്കുകയാണ്. 16 അടിയോ 18 അടിയോ ഈ പറഞ്ഞ ഈ സി ചാനലിനകത്തൂടെ വർക്ക് ചെയ്യുന്നത് വളരെ സ്മൂത്തായിട്ടായിരിക്കും വർക്ക് ചെയ്യുന്നത്. ഒരു ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ കൊച്ചു കുഞ്ഞിന് കൈകൊണ്ട് തൊട്ടാൽ ഇത് മൂവ്മെൻറ്റ് കിട്ടും. വെൽക്കം ബാക്ക്. ന്യൂടെക് മീഡിയ സൊല്യൂഷനാണ്. എൻ്റെ പേര് അഭിനീഷ് എന്നാണ്. എൻ്റെ വീഡിയോകൾ നിങ്ങൾ കാണുന്നുണ്ടായിരിക്കുമല്ലോ. ഇന്നൊരു പുതിയ സബ്ജക്റ്റുമായിട്ട് ഞാൻ വന്നിരിക്കുകയാണ്. കാൻറ്റിലിവർ ഗേറ്റ്. ഗേറ്റുകൾ പലതരത്തിലുള്ള ഗേറ്റുകളുണ്ട്. സ്ലൈഡിംഗ് ഗേറ്റ് ഉണ്ട്, സ്വിംഗ് ഗേറ്റ് ഉണ്ട്, ടെലസ്കോപ്പിക് ഗേറ്റ് ഉണ്ട്, സ്ലൈഡിംഗ് ഫോൾഡിംഗ് ഗേറ്റ് ഉണ്ട്, ബൈഫോൾഡിംഗ് ഗേറ്റ് ഉണ്ട്, കാൻറ്റിലിവർ ഗേറ്റ് ഉണ്ട്. ഇതെല്ലാം ഓരോ സ്ഥലങ്ങളിലും ഓരോ തരത്തിലുള്ള ഉപയോഗങ്ങളാണ് ഗേറ്റുകൾക്കുണ്ടാകുന്നത്. അപ്പം ഇപ്പോഴത്തെ സാഹചര്യം അനുസരിച്ച് വീടുകൾ ഇപ്പം ഒരു 5 സെൻറ്റിനകത്ത് ചുരുങ്ങിക്കൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ ആ സാഹചര്യത്തിൽ ഗേറ്റുകൾ പരിമിതമായ സ്ഥലത്ത് വെച്ച് നമുക്കിത് ഉപയോഗിക്കുകയും കറക്റ്റായിട്ട് വിനിയോഗിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ആ സാഹചര്യത്തിൽ നമ്മളിപ്പം സ്ലൈഡിംഗ് ഫോൾഡിംഗ് ഗേറ്റ് എടുക്കുകയാണെങ്കിൽ നമ്മളിപ്പം കണ്ടിട്ടുണ്ടായിരിക്കും ഈ ഗേറ്റ് മടങ്ങി അകത്തോട്ട് കയറി പോകുന്നത്. അതിന് പറയുന്നത് സ്ലൈഡിംഗ് ഫോൾഡിംഗ് ഗേറ്റ്. സ്വിംഗ് ഗേറ്റും സ്ലൈഡിംഗ് ഗേറ്റും എല്ലാവർക്കും അറിയാം, അതിനെക്കുറിച്ച് ഞാൻ പറയുന്നില്ല. പിന്നെ അടുത്ത് വരുന്നത് ടെലസ്കോപ്പിക് ഗേറ്റാണ്. ഇപ്പോൾ ഒരു പില്ലർ ടു പില്ലർ 12 അടി നീളമുള്ള ഗേറ്റ് ആണെങ്കിൽ അത് 3ആയിട്ട് ഡിവൈഡ് ചെയ്യും. അത് സ്പേസ് ഇല്ലാത്ത സ്ഥലത്തേക്ക് 1 by 1 ആയിട്ട് ഓരോന്നോരോന്ന് കയറി പോകും. അതായത് കയറി അവസാനം വരുമ്പോൾ ഗേറ്റിൻ്റെ ലെങ്ത് മടങ്ങി പോകുമ്പം 1 മീറ്ററിൽ കൂടുതൽ കാണില്ല, അല്ലെങ്കിൽ 1.5 മീറ്റർ കൂടുതൽ മാക്സിമം കാണില്ല. അതാണ് ടെലസ്കോപ്പിക് ഗേറ്റ് എന്ന് പറയുന്നത്. അവസാനം വരുന്നതാണ് നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും യൂറോപ്യൻ രാജ്യങ്ങളിലാണെങ്കിൽ ഇത് കൂടുതൽ ഉപയോഗിച്ച് വരുന്നത്. അതിന് പറയുന്നത് കാൻറ്റിലിവർ ഗേറ്റ് എന്നാണ് പറയുന്നത്. ഇപ്പം നമുക്കൊരു പുതിയ എൻക്വയറി വന്നിരിക്കുന്നത് പത്തനംതിട്ട എന്നാണ്. അവിടെ ഒരു ഗേറ്റ് കസ്റ്റമർക്ക് വേണം. അതിൻ്റെ പില്ലർ ടു പില്ലർ നീളം എന്ന് പറഞ്ഞാൽ 16 അടിയാണ്. ദാറ്റ് മീൻസ് 16 അടിയും കാൻറ്റിലിവറായിട്ട് നിൽക്കും. കാൻറ്റിലിവർ എന്ന് പറഞ്ഞാൽ കുറച്ച് പേർ മനസ്സിലാകുന്ന രീതിയിൽ പറയാം. ഇത് ഈ ട്രാക്ക്ലെസ് ഗേറ്റ് എന്ന് പറയും. സാധാരണ നമ്മൾ സ്ലൈഡിംഗ് ഗേറ്റ് കാണുമ്പം അതിനൊരു ട്രാക്ക് ഉണ്ടായിരിക്കും, 2 വീലുണ്ടായിരിക്കും. ആ വീലിലായിരിക്കും ഈ ഗേറ്റ് റൺ ചെയ്യുന്നത്. അതിന് പകരം ഇത് കാൻറ്റിലിവറായിട്ട് നിൽക്കുകയാണ്. അതായത് ട്രാക്ക് ഇല്ലാതെ ആണ് ഈ ഗേറ്റ് ഓടുന്നത്. പിന്നെ ഒരു പറയുകയാണെങ്കിൽ ഇപ്പം ഞാൻ എൻ്റെ ആക്സറീസ് ഒന്ന് ജസ്റ്റ് പരിചയപ്പെടുത്തി തരാം. ഇതിന് പറയുന്നത് ക്യാരേജ് എന്നതിന് പറയുന്നത്. ക്യാരേജ് അതായത് ഒരു സി ചാനൽ പോലെ, നിങ്ങളിപ്പോൾ കാണുന്ന പോലെ ഉള്ള സി ചാനൽ പോലത്തെ സാധനം ഇതിൻ്റെ മുകളിലേക്ക് കയറ്റിയിടുകയാണ്. ഇതിൻ്റെ മുകളിലേക്ക് കയറ്റിയിട്ട് കഴിയുമ്പം അത് ഇത് ഒരെണ്ണമല്ല 2 എണ്ണം ഉണ്ട്. ആ 2 എണ്ണത്തിൻ്റെയും നടുക്കോട്ട് സി ചാനൽ കയറ്റിയിടുന്നു. ആ സി ചാനലിൻ്റെ ഇങ്ങേ തുമ്പ് കാൻറ്റിലിവറായിട്ട് നിങ്ങളിപ്പോൾ കാണുന്ന രീതിയിലാണ് അത് നിൽക്കുന്നത്. ഈ ഇമേജിനകത്ത് 2 സ്ഥലത്ത് മാത്രമേ പിടുത്തുള്ളൂ. പില്ലറിൻ്റെ സൈഡ്, ഇൻ ബിറ്റ്വീൻ പില്ലറിൻ്റെ സൈഡ് ഒരു തരത്തിലുള്ള ട്രാക്കോ വീലോ ഇല്ല. പിന്നെ നമ്മളിപ്പം നിലവിലുള്ള കസ്റ്റമർ റിക്വയർമെൻറ്റ് 16 അടി നീളമാണ് പില്ലർ ടു പില്ലർ വരുന്നത്. ഇത് യൂറോപ്യൻ സ്റ്റാൻഡേർഡ് വരുന്നൊരു സാധനമാണ്. കേസ് എന്നാണ് ആക്ച്വലി ഇതിൻ്റെ ഈ കമ്പനിയുടെ പേര്. മെയ്ഡ് ഇൻ ചെക്ക് റിപ്പബ്ലിക്കാണ് ഇതിൻ്റെ മെയ്ഡ് വരുന്നത്. ഇത് പറയാതിരിക്കാൻ പറ്റത്തില്ല. ഇത് ആശ്ചര്യപ്പെടുത്തുന്ന ക്വാളിറ്റിയാണ്. ഇതിൻ്റെ മെക്കാനിസം ആയിക്കോട്ടെ, ഇതിൻ്റെ വീലിൻ്റെ മൂവ്മെൻ്റ് ആയിക്കോട്ടെ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം. ഇതിപ്പം 2 ക്യാരേജിൽ 2 സ്ഥലത്തും ക്യാരേജ് വെച്ചിട്ട് അതിലേക്ക് ഒരു ചെറിയ 1 മീറ്ററിൻ്റെ പീസ് ഇറക്കിയിരിക്കുകയാണ്. ഈ പീസ് മൂവ് ചെയ്യുന്ന കണ്ടില്ലേ, എന്ത് സ്മൂത്താന്ന് നോക്കിയേ. അപ്പം ഈ പറഞ്ഞ ലെങ്തി വരുന്ന ഗേറ്റ്, ഉദാഹരണം പറയുകയാണെങ്കിൽ 16 അടിയോ 18 അടിയോ ഈ പറഞ്ഞ ഈ സി ചാനലിനകത്തൂടെ വർക്ക് ചെയ്യുന്നത് വളരെ സ്മൂത്തായിട്ടായിരിക്കും വർക്ക് ചെയ്യുന്നത്. ഒരു ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു കൊച്ചു കുഞ്ഞിന് കൈകൊണ്ട് തൊട്ടാൽ ഇത് മൂവ്മെൻറ്റ് കിട്ടും. അതുപോലെ തന്നെ ഒരു ഫെദർ ടച്ചാണ് ഇതിൻ്റെ വർക്കിംഗ് കാര്യങ്ങളും വരുന്നത്. ആക്ച്വലി നമ്മൾ ഓട്ടോമേറ്റ് ചെയ്യുന്നുണ്ട്, എങ്കിലും ഞാൻ അതിൻ്റെ ആ ടെക്നോളജി, ഞാൻ ഒരുപാട് ടെക്നോളജിയെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്, സ്നേഹിക്കുന്ന ആളാണ്. എനിക്കിതൊക്കെ വലിയ താല്പര്യമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാനും ചെയ്യിക്കാനും. പിന്നെ ഇത് ആക്ച്വലി ഇതിപ്പം ഫൗണ്ടേഷൻ ഉറപ്പിക്കുകയാണ്. 4 ഫൗണ്ടേഷൻ ഉറപ്പിച്ചിട്ടാണ് ഇത് വർക്ക് ചെയ്യുന്ന രീതി. ഇതിപ്പം ഞങ്ങൾ റീസെൻ്റ്ലി ഞങ്ങളുടെ തന്നെ മാനുഫാക്ചറിങ് യൂണിറ്റിൽ ഞങ്ങൾ തന്നെ ഇത് മാനുഫാക്ചർ എടുക്കുകയാണ്. ആക്ച്വലി ഗേറ്റ് ഞങ്ങൾ ഉണ്ടാക്കുകയാണ്. ഈ കാൻറ്റിലിവറിൻ്റെ ആക്സറീസ് അസംബിൾ ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുന്നത് നമ്മൾ തന്നെയാണ്.
അപ്പോൾ ഈ തരത്തിലുള്ള വേറെ വ്യത്യസ്തമായിട്ടുള്ള വീഡിയോകളായിരിക്കും ഇനി ഞങ്ങളുടെ ചാനൽ വരാൻ പോകുന്നത്. ഞാൻ എൻ്റെ പ്രീവിയസ് വീഡിയോ ഒക്കെ എടുത്ത് കണ്ടാൽ മതി, മനസ്സിലാക്കാൻ പറ്റും. എന്തെങ്കിലും വ്യത്യസ്ത പുതിയ ടെക്നോളജി ഉണ്ടെങ്കിൽ ഞാനിത് പരിചയപ്പെടുത്തുള്ളൂ, അല്ലാതെ ഞാൻ വീഡിയോ ചെയ്യാറില്ല. ഏതായാലും പുതിയതായിട്ട് ആദ്യമായിട്ടാണ് എൻ്റെ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഞങ്ങളുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. എന്നാലേ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുള്ളൂ. ഈ കാൻറ്റിലിവർ ഗേറ്റിൻ്റെ ഇൻസ്റ്റാളേഷനും അതിൻ്റെ മാനുഫാക്ചറിങ്ങും ഒക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് അടുത്തൊരു എപ്പിസോഡായിട്ട് തന്നെ ഞങ്ങൾ ചെയ്യുന്നുണ്ട്.